എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം സുഹൃത്തുക്കളെ. ഇത് എസ്തെറ്റിക് സോനു, ഇത് എസ്തെറ്റിക് നന്ദു, എസ്തെറ്റിക് വിഷ്ണു ജിത്ത് കക്കൂസ് ഇതുവരെ ഇറങ്ങിയില്ല. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്ന റൂമൊക്കെ ഒരു പഴയ ഒരു വീടിന്റെ ഒരു സെറ്റപ്പിൽ കണ്ട ഏതൊക്കെയോ ചേച്ചിമാരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ചേച്ചിമാരല്ലേ ഇതൊക്കെ ഇപ്പം അമ്മൂമ്മമാരായി മുതുമുത്തശ്ശിമാരായി കാണും അല്ലേടാ. ഇങ്ങനത്തെ റൂമിൽ ഇരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. സ്റ്റീൽ പാത്രം, പൊങ്കല്, വട, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. ആഹാ, അന്തസ്സായിട്ട് തുടങ്ങടാ എന്തു. അതെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിരുന്നേ. അതെ, പാവപ്പെട്ട 8 മണിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മണി 11:30 അതായിരുന്നു കേസ് ഞങ്ങളുടെ റൂം. ഓക്കെ, തുടങ്ങടാ സോനു ഐശ്വര്യമായിട്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നീ തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് നീ പൊങ്കൽ കഴിച്ചില്ലേ? ഒരു ബ്ലണ്ട് ടേസ്റ്റ് ആണ്. എന്താ ഓടിക്കളാണ് അവന് എസ്തെറ്റിക് ആയിട്ട് ഇഷ്ടം ഓടിക്കളാന്ന് കേസ്. പക്ഷെ അവന്റെ മുടിയും എസ്തെറ്റിക്കുമായിട്ട് ഒരു ബന്ധമില്ല. വട കഴിച്ചു തമിഴ്നാട് സ്റ്റൈൽ വട. നല്ല മണമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ എസ്തെറ്റിക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതിന്റെ പേരെന്തിനാ? ബൊമ്മക്കൊലു. അതാണോ? ഇതുണ്ടല്ലേ ഭയങ്കര രസമാണ്. ഞാൻ രാവിലെ വന്നതിന് അയ്യോ പോലെ മുട കാണാ. അത് ഇരിക്കുന്നുണ്ടോ? ഇരുന്ന കേസ് ഇരുന്ന് നമ്മുടെ റൂമിന്റെ പുറത്തിരിക്കണ 2 ബൊമ്മ അക്കന്മാരാണ് ഇതൊക്കെ. കൊള്ളാം. സെറ്റപ്പായി. എന്ത് രസമാണ് വരുന്ന കാണാൻ. പക്ഷേ ഇത് ഇതല്ലേ ഏൻഷ്യൻ സാധനമല്ല. ഈ ഒറിജിനൽ ബൊമ്മ എന്ന് പറയുമ്പോഴേ ഈ മൂട്ടില് മാത്രമാണ് വട്ടം പറഞ്ഞത്. അതിങ്ങനെ വെക്കുമ്പോഴത്തേക്കിനെ പുതിയ ന്യൂജൻ കൊള്ളാം. അത് താഴെ മാത്രമാണ്. അതെ, മതിയിരിക്കുന്നു. മറ്റേ സിനിമ ജഗദീഷ് ഇപ്പൊ സെറ്റപ്പ് ആയടാ. നമ്മളിനി എങ്ങോട്ടാ നന്ദു ആദ്യം പോണത്? ഏത് കൊട്ടാരത്തില്? തഞ്ചാവൂർ കൊട്ടാരം. ഓ, അതും എസ്തെറ്റിക്. എടാ, നിനക്ക് എസ്തെറ്റിക്കിന്റെ അർത്ഥം അറിയാലല്ലേ? അപ്പൊ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂർ പാലസിലേക്ക്. എന്താണ്ട് ഇവിടെയാണ് ഗൈസ് നമ്മൾ രാത്രി സ്റ്റേ ചെയ്തത്. ഏഞ്ചൽ റെഡി. അപ്പൊ നമുക്ക് ഇനി തഞ്ചാവൂർ പാലസിലേക്ക് പോവാം. നമ്മൾ മെയിൻ റോഡിൽ കയറിയപ്പോ തന്നെ നോക്കി ഇവിടെ. അയ്യോ, അതാണ് തഞ്ചാവൂർ പാലസ്. ഓ, അത് ടെമ്പിൾ ആണോ? ഓ ഗൈസ്, തഞ്ചാവൂർ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ ഗൈസ്. ഹായ്, ദുരിതാണ് എന്ത് ഭംഗി ഗൈസ്. അത് ദാണ്ട ഗൈസ് നമ്മൾ പൊക്കോട്ടെടുത്തോ വേറെണ്ണം. എടാ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 7 കോട്ടയുണ്ടോ ഇവിടെ? ഹായ് ഗൈസ്, എന്ത് രസം ഗൈസ് അത് കാണാൻ. ഈ ഫ്രണ്ടിലത്തെ കോട്ട ഉണ്ടാടാ. ഇത് നമ്മളെ ഈ തഞ്ചാവൂർ ശൈലിയല്ല. ഇത് മറ്റേ മുഗൾ അവര് വന്ന മുഗൾ രാജവംശത്തിന്റെയാണ് ഫ്രണ്ടിലത്തെ കോട്ട. പക്ഷെ ഇപ്പൊ എനിക്ക് കാണാൻ പറഞ്ഞ ഒരു പുളിമരം മാത്രം. ഓ, പുളിമരമേ. ഫ്രണ്ടിലത്തെ അല്ലേ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒക്കെ അത് ഇവിടുത്തെ ഒരു ടച്ച് എനിക്ക് വരുന്നുണ്ട്. ഹെൽമെറ്റ് ഒന്നും ഇല്ല അണ്ണാ. ഇതാണ് തഞ്ചാവൂർ അമ്പലത്തിന്റെ എൻട്രൻസ് ആയിട്ടാ. അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്കൊരു ബേർഡ് സാങ്ച്വറി ഉണ്ടല്ലേടാ. ലഞ്ച് ബ്രേക്ക് അവര് തിന്നാൻ പോയേക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കിളികളെ കണ്ടിട്ട് നമുക്ക് പാലസിലോട്ട് പോകാം. ഒരു മഴ അപ്പോൾ നല്ല രീതിയിൽ ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവോ? എന്തായാലും നമുക്ക് വല്ല കിളിയും കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഒരു കനാലൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ പാലത്തിന്റെ സെറ്റല്ലേ? ഞങ്ങള് സെറ്റാണ്. വാടാ, മഴ തുടങ്ങി പറഞ്ഞപ്പോഴത്തേക്ക്. ഈ മഴയത്ത് കിളി വല്ലതും കാണുവാടാ അവിടെ? മഴയത്ത് കിളി വല്ലതും കാണുമെന്ന് അവിടെ?
ആണോ? കിളി കുളിക്കണ ഞാൻ കണ്ടിട്ടില്ലേ. അപ്പൊ കുളിസി കാണാൻ പോവാം നമുക്ക്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നതാണ് ഗൈസ് രാജാലി ബേർഡ് പാർക്ക്. കിണ്ണ മഴ കേട്ടാ. 4 പേർക്ക് 600 രൂപയുടെ ടിക്കറ്റ് ആയി. ഇത് പിടിച്ചടാ. ഓസ്ട്രിച്ചിന് കൊടുക്കാൻ പറഞ്ഞ അകത്ത് നിന്നിട്ട്. പിന്നെ ബാക്കി ഇത് നല്ല മഴ കേട്ടാ ഗൈസ് ഇവിടെ. ഇത് ഒട്ടകപ്പക്ഷിക്ക് കൊടുക്കാൻ മതിയായിരിക്കും. അകത്ത് വേറെ കിളിയെ കൊടുക്കാൻ വേറെ ഉണ്ടെന്ന്. നമ്മൾ പോവുകയാണ്. കിളി കുളിക്കൊക്കെ ചെയ്യും. ഒട്ടകപ്പക്ഷിയാണോ? എന്റെ പൊന്നെ ഗൈസ്, മുതുക്കൊട്ടകപ്പക്ഷി. എടാ കയ്യെങ്ങാനും കടി. അയ്യോ. ഹലോ മിസ്റ്റർ ഒട്ടകപ്പക്ഷി. എടാ ഇത് ഭയങ്കര സ്പീഡിന് ഓടും കേട്ടാ. അയ്യോ നീ കൊടുറാ നന്ദു. നന്ദുവിന് കൊടുത്താടാ. എല്ലാരും കൊടുക്കാടാ. മറ്റവരൊന്നും വേണ്ട. എന്തോ കുറച്ച് കൊടുറാ. അയ്യോ എന്തൊരു കഴുത്തടാ എന്റെ. പിടിച്ചേടാ ഞാൻ ഒന്ന് കൊടുത്തു നോക്കട്ടെ. ഇത് പേടിയാവും കേട്ടോ ഇതിനെ കാണാൻ. ഓ എന്താണ് ഒട്ടകപ്പക്ഷിയുടെ പേര്? അതാണ് ഒട്ടകപ്പക്ഷിയുടെ പേര്. അതിന് മനസ്സിലായി കേട്ടാ. ഫുഡ് തീർന്നു. ഇവിടെ എന്തു വലിയ കാലൊക്കെയാടാ അതിൻ്റെത്. ഓ നീ എത്ര ദിവസം തിന്നൂടാ ഇത്? ആ ഇതൊക്കെ മറ്റേ ഒന്നുകൂടെ പോടാ. കേരളത്തിൽ തിന്നൂല. ഭീകര സാധനം കണ്ടാ. മുട്ട മഴയൊക്കെ തന്നെ നിൽക്കുകയാണ്. മറ്റേതിന് വിശപ്പില്ലെന്നു. ബൈ ഒട്ടകപ്പക്ഷു. ബൈ ബൈ. കുറെ കിളികളുണ്ട് കേട്ടോ ഇവിടെ. അത് ഇത് നൂഡിൽസ് കിളി. അത് കണ്ണെഴുതിയ കിളി. പ്രാവ്. ഈ ഏരിയ അത്രയും കിളികളും കോഴികളുമാണ് ഗൈസ്. ഇവിടെ അത്രയും കിളികളാണ് ഗൈസ്. അതുകൊണ്ട് അവിടെയൊക്കെ പ്രാവുകളാണ്. പക്ഷെ നമ്മൾ കിളിയെ കാണാൻ പറ്റിയ കാലാവസ്ഥക്കാണ് ഇവിടെ എത്തിയതെന്നുള്ളതാണ് എന്റെ രസം. എടാ കിളി ഇവിടെയാണ് നമുക്ക് കിളിക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നത്. ഈ സൈഡിൽ വെച്ചോടാ. ഓ എടോ ഇത് കുഞ്ഞിടാ ഇത്. അയ്യോ അവിടെ വരാനാ. അയ്യോ എന്തോരം കിളികളടാ. അയ്യോ എന്തോരം ടൈപ്പ് കിളികളടാ ഇവിടെ ഇരിക്കണത്. ഹായ് ഞാൻ തുറക്കട്ടാ. ഹായ് അയ്യടാ കൊള്ളാവടാ. ഞാനും തുറന്നു നോക്കട്ടെ. അയ്യോ എന്തോരം കിളിയടാ വന്നിട്ട് തിന്നണത്. ഇവർക്കൊരു ശീലമാണെന്ന് തോന്നേട്ടാ. അതെ നല്ല പോസ് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ എടുത്തിട്ട്. ഹലോ കിളി. എല്ലാരും കൈ നിറച്ചും കിളികളാണ്. സസ്യോടാ ഇത് ഭംഗിയടാ ഇത് കാണാൻ. ഓ ഇത് തന്നാ ഫുഡ് തിന്നണ അളയാ. എല്ലാരും കൂടെ എന്നെ ആക്രമിക്കോടാ. തിന്നോ. ഒരു നീലക്കിളി, ഒരു പച്ചക്കിളി, ഒരു മഞ്ഞക്കിളി, ഒരു നീലക്കിളി. വിഷ്ണുവിന്റെ കയ്യില് അവൻ 6 കിളി. അവക്ക് കിളികളോട് വലിയൊരു ഇതില്ലെന്ന് തോന്നുന്നു. വീട്ടിൽ പോലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല വീട്ടിൽ എങ്ങനെയാ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം? ഓ ഇതിനകത്തൊന്നും ഇല്ലല്ലേ. എന്നെ പറ്റിച്ചല്ലേടാ. അടി ഉണ്ടാക്കണടാ സാധനം. എടാ ഇത് ഭീകര എക്സ്പീരിയൻസ് കേട്ടാ. ഇതെന്താ ഇവിടെ വന്നിരിക്കണ അപ്പുറത്തെ കൈ പോക്കളി പറഞ്ഞപ്പോ തന്നെ. എടാ എന്ത് രസമാടാ ഇത്. എടാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. നീ ആരടാ 2 കൈ നിറച്ച കിളി. അയ്യോ എന്റെ കുറച്ച് തവിടുണ്ട് കിളികളെ ബാക്കി. ബാഗിളി കണ്ടാ ഒരുത്തോണ്ടാ എന്റെ കൂടെ. അവൻ മതി എനിക്ക്. നീ കിളിമാനാടാ നന്ദു. ഇത് കിഡിലെ എക്സ്പീരിയൻസ് ഏട്ടാ. കിഡിലെ എക്സ്പീരിയൻസ് പറഞ്ഞാ ഭയങ്കര വെറൈറ്റി അല്ലേടാ. ഞങ്ങള് കിളിയൊക്കെ വെച്ച് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത്. ക്യാൻഡിഡ് ഫോട്ടോസ്.
പൊളിച്ച്. ഓക്കെ, ഇതൊക്കെ കുളിക്കുന്ന കിളികളാണ് കേട്ടോ. ആ കിളിക്ക് ഓരോരുത്തരും പോകാനൊന്നും വയ്യ, അത് ചില്ലിങ് ആണ്. ഇവരൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഇവരൊന്നും കുളിക്കാൻ വലിയ താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന കിളികളാണ്. ദൂരം കിളികളാണ്. ഇവിടെ ഇത്രയും കിളിയുണ്ടേ. നമുക്ക് വെറുതെ കൈവച്ചാൽ ഇത് വരുമോ നോക്കാമല്ലോ. വരണില്ലല്ലേ കിളി. അതിന് മനസ്സിലായി കേട്ടാ നമ്മൾ ഉടായിപ്പാണെന്ന്. ആർക്കും വേണ്ട. റോക്കറ്റ് കണക്കാണ് പോണ കേട്ടോ. ആരും വരണില്ല ഗൈസ്. അവർക്കറിയാം കേട്ടോ, നമ്മൾ ഉടായിപ്പ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാം. എടാ അത് അപ്പിട്ടാണ് അതിന്റെ മുതുപ്പില് ചെളിയാക്കിയതല്ലേ. കാലില് മൊത്തം ചെളിയാക്കി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കോഴികളെ കാണാനായിട്ട് വന്നു ഗൈസ്. ഇതൊക്കെ പല പല പോളിഷ് ക്യാപ്പ് എന്റെ തലയിൽ കണ്ട ഗൈസ്. ഇത് മറ്റേ ജുറാസിക് പാർക്കിന്റെ ഫസ്റ്റ് പാർട്ടില് മറ്റവനെ ചെളിയിലിട്ട് കൊല്ലണ ഡൈനോസറിനെ കണക്കില്ലേ എന്റെ തല. എന്ത് രസം കഴിച്ചു എന്റെ തല. അതെ, ഫ്രീക്കിയാണ് അങ്ങനെ. അത് പൊളി. എന്റെ തല എവിടെ വളർന്നിട്ട് കണ്ണാടാൻ വയ്യ. ഗൈസ് ഇവിടെ അത്രയും കോഴികളാണ്. ഇങ്ങോട്ട് എല്ലാ കോഴികളാണത്. ഓക്കെ, ഞങ്ങൾ ഇനി കോഴികളെ കണ്ടിട്ട് ഇനി എനിക്കൊന്ന് മക്കാവു എന്ന് പറഞ്ഞ പുള്ളിപ്പുള്ളിയുള്ള കോഴി. ഇനി മക്കാവിലൂടെ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും ഗൈസ്. ഓ എന്ത് രസമല്ലേ ഇത്. അപ്പൊ ഇനി മക്കാവിന് തീറ്റ കൊടുക്കാൻ പോവാം നമുക്ക്. എടാ നന്ദു, ഇതുങ്ങളൊക്കെ പിടിച്ചോണ്ടിട്ട് നമുക്ക് അവിടെ വിൽക്കാടാ നന്ദു. ഒരു കിലോ പോലും വരൂല. കോഴിക്കടയിൽ കോഴി. ഓ ഓ എന്റെ മോനെ, എന്ത് ഭംഗി കഴിച്ചു. ഇത് കോഴിയാണെന്ന് തന്നെ പറയാൻ വയ്യ. ഇതെന്ത് ഭംഗിയുള്ള കോഴി ഇത്. വെസ്റ്റേൺ ചൈനയിലുള്ള ഗോൾഡൻ ഫെസന്റ് എന്നാണ് ഈ കോഴിയുടെ പേര്. വഴക്കുണ്ടാക്കുമ്പോഴേ അതിന്റെ പൂവൊക്കെ പൊങ്ങി വരും. നമുക്ക് വഴക്കുണ്ടാക്കിയല്ലോ. ഇത് കോഴി തന്നെയാടാ ഇത്. ഇത് മയില് പോലെ ഭംഗിയടാ ഇതിനെ കാണാൻ. മറ്റേ ഡയലോഗാണ് ഓർമ്മ. 100 കണക്ക് കോഴിയെ കണ്ടിട്ടുള്ള കോഴി ഒരു അത്ഭുതമായിട്ട് തോന്നിയപ്പോഴാണ്. ഭയങ്കര ഭംഗി കേട്ടാ. പാമ്പിന്റെ വാല്. ഇതിനെ കൊണ്ടുവന്നേ കോഴിക്കൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോ ഇവന്റെ പട്ടി പ്രസവിച്ചിറക്കി കോഴിയെല്ലാം മുട്ടയിട് ഞാൻ വിരിക്കും. ഞങ്ങൾ ഫെസന്റിന് തീറ്റ കൊടുക്കാൻ പോകുന്നു, അങ്ങ് എത്തുന്നില്ല. ലാർജ് ബേർഡ് സേവിയറിൽ എത്തിയേക്കാണ് ഗൈസ്. ഇവിടെ നേരത്തെ കണക്ക് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ബലമായ വിശ്വാസം. അക്ക ചേച്ചി ബാൻഡിലേക്ക് അടിക്കുമോ തിന്നോണ്ട് പോട്ടെന്ന് ഗൈസ്. ഓ ഇവിടെയൊക്കെ വലിയ വലിയ ഒമ്പോ. എടാ അതെങ്ങാനും വന്നിരിക്കണ നമ്മൾ ഒടിഞ്ഞു പോകണ. എടാ സോനു, എടാ മുതുക്ക് കിളികളാണ് കേട്ടോ ഇവിടെ പറഞ്ഞേക്കാ. ഹലോ, നൈസ് ടു മീറ്റ് കിളികള്. ഓയ്യോ ഓയ്യോ, സോറി, ഇങ്ങോട്ട് തിരിച്ചാടാ. ആരോ എന്റെ കാല്. ഓയ്യോ എന്റെ പൊന്നമ്മച്ചി. ആരാ എന്താ ഓരോന്നും ഇതും കൊടുത്തു നോക്കായിരുന്നല്ലേ. ഓരോരുത്തർ തുറ. അമ്മ ഒയ്യോ എടാ കയ്യൊക്കെ കടിച്ചു തുറക്കണടാ. എടാ കയ്യൊക്കെ കടിച്ചു തുറക്കണടാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ. ഇതൊക്കെ എന്തെന്നൊക്കെ. എടാ ഇവ എന്തിനാ കാണിക്കണ. എന്റെ കൈ കടിച്ചു തുറന്നിട്ട് തിന്നണ്. പോകളി ഇവിടെ തീറ്റ ഉണ്ട്. അയ്യോ എന്റെ തലയിൽ കയറി. ഒമ്പോ ഒരു മുതുക്ക് കിളി. ഇവിടെ 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 എടാ ഞാൻ എന്തിനാ ഇത്. ഓ എടാ എന്റെ തോളിലൊരു മുതുക്ക ഇരിക്കണടാ. എന്റെ കയ്യിലിരിക്കണ കിളിയുടെ പേര് അക്ഷയ് എന്നാണ്. ഓ അയ്യോ അയ്യോ ഇവിടെ ഇത് എനിക്ക് പേടിയാവണം കേട്ടോ ഇത്. അയ്യോ അയ്യോ കിളിയെ പേടിക്കുന്നതിനായിട്ട് ആരെങ്കിലും എടാ നിന്നെ നോക്കണടാ അത് ഗഹനമായിട്ട്. ആഹാ എടാ ഇത് മതി തിന്നത്. പൊക്കോ.
എടാ ഇത് ടെററാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ പേടിക്കും കേട്ടോ. ആ ഇത് ചെറിയൊരു ടെൻഷൻ വരും. ഞാൻ നല്ല പേടി. വലിയ ക്ലിയർ ഇനി റൂമിൽ പോണ്ടേ? റൂമിൽ പോയി ഷർട്ട് ഞാൻ ഇവിടെ ഊരി കഴുകാം. ഞാൻ അളിയനും ഫ്രണ്ടായി. മച്ച കമ്പനിയാ. എന്റെ ഷർട്ടിന്റെ ബട്ടൺ ശ്രമിക്കും. എടാ എന്നെ തൂറി ഇത് കണ്ടായി. ഇല്ല സത്യം സത്യം സത്യം. പോയി തീർന്ന് എന്റെ തീർന്ന്. എടാ അക്ഷയ്, നിന്റെ അടുത്ത് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ലാന്ന്. ഓ എന്റെ കാലിൽ ഇരിക്കണ്ട അക്ഷയ് എന്ന്. അക്ഷയ് അപ്പൊ എല്ലാത്തിന്റെ പേര് ഇത് നോക്കടാ, ഒരെണ്ണായിരുന്നു വീഡിയോ കാണുന്നത്. ഒന്നിരുന്നായിരുന്നു വീഡിയോ കാണുന്നത്. സോനുണ്ട് തോളിലിരുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കണ്. നിന്റെ സെറ്റാണ് കേട്ടാ അത്. ഗൈസ് ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടാ. ഇതിന് നിന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടാകുന്നു. ഒരെണ്ണമാണെങ്കിൽ കുഴപ്പമില്ലല്ലേടാ. മറ്റേ ഒരുപാട് വരുമ്പോഴത്തേക്ക് ടെൻഷൻ ആയിടാ. നിൽക്കുമ്പോഴേ കൈ കടിക്കോ? ഓ പോയി പഴാണ് എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയത്. എന്താണ് മിസ്റ്റർ, എന്താണ് വേണ്ടത്? എന്താ സുഖമാണോ? കുറഞ്ഞു പോയിട്ടാ നോക്കിയപ്പോ തോജുവിനെ കൈ ഇടായത് കൊടുക്കുക. ഇത് നിന്റെ തോളി സെറ്റ് ആയി കേട്ടാ. ഇവൻ എന്തൊരു പേരിടുന്നു? രമേശ്. ഹലോ രമേശ്, നൈസ് ടു മീറ്റ് യു രമേശ്. എന്തൊക്കെ വിശേഷം രമേശ്? ഹലോ രമേശ്. അത് പറയണെന്നറിയോ? അയക്ക ചെറുക്കായി തന്നേക്കാ മോശം. ഇഷ്ടപ്പെട്ടു. എടാ ഇത് കൊള്ളാം കേട്ടാ, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തഞ്ചാവൂർ വരികയാണെങ്കിൽ ഈ പരിപാടി ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വേറിട്ട ഒരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ വീട്ടിൽ വളർത്തിയാൽ പോലും ഇത്രയും തലയിലൊന്നുമില്ല. നോക്കട്ടെ എന്റെ തലയിൽ നോക്കിയാണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല അപ്പിയില്ല. നിന്റെ തല നോക്കട്ടെ. തലയിൽ കാണാൻ വഴിയില്ല. അറിയാനാണ് ഞാൻ നോക്കി ചൂട് സാധനം വേണം. ഞാൻ വിചാരിച്ചു പുള്ളി നല്ല ഹോട്ട് ആയിട്ട് തിരുനെൽവേലി ഹൽവ ആയിരിക്കും. നല്ല നോക്കി അവിടെ എന്തോ ഒരു കിളി എന്താ ആ മുതുകിളിയാണ് വിഷ്ണുവിന്റെ തോളി വന്നിരുന്നത്. പൊളി സാധനം. ഇതെന്തിനാ നോക്കൂ. കിളിക്കൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. പൈപ്പ് ഉണ്ടാവും. കഴിയാതെ നമ്മൾ പോവാൻ തിരിച്ചിറങ്ങി. മച്ചടാ പോയിട്ട് വരാം. ബൈ ബൈ ടാറ്റ സായോനാര. ഞങ്ങളെ കൂടെ വരികയാണോ ഞങ്ങളെ യാത്രയാക്കാൻ? ടാറ്റ ബൈ ബൈ. ആ ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞങ്ങള് കിളികളെ കണ്ട് വളരെയധികം ഹാപ്പിയായി. ഇത് നോക്കിയാണ് ഗൈസ് വിഷ്ണുവിന്റെ കൈ കാണിച്ചാടാ. ആണ്ടാ ഗൈസ് ഇവൻ എന്തോ അലർജി ഉണ്ട് കേട്ടാ കിളിക്ക്. കിളിക്കല്ലടാ, കിളിക്കല്ലേ? ഈ ഓയിലിന്റെ ഒരു അലർജി ഉണ്ടായിരുന്നു എനിക്ക്. അതിനുശേഷം എന്ത് ജസ്റ്റ് ഒരു സംഭവം തട്ടിയാലും കണ്ടാ പാടുവരും അല്ലേ? ഓക്കെ ഗൈസ്, നന്ദു നമുക്ക് കുറച്ചധികം റിസർച്ചിന് ശേഷം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ തമിഴ്നാട് ഫുഡ് കഴിക്കാനായി കട്ടുകൊട്ടൈ അട്ടിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞു പറഞ്ഞ പേരങ്ങോട്ട് പറയടാ. പുതിയ കമ്പനികൾ മോശമാണ്. ഇതിന്റെ ഹോട്ടലിൽ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ? എന്തിനാണ് അതിന്റെ പേര്? പട്ടുകോട്ടൈ കാമാച്ചി മെസ്. അപ്പം പട്ടുകോട്ടൈ കാമാച്ചി മെസ്സിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ തമിഴ് OG ഫുഡ് നമുക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത്. വൈകിട്ട് വെജിറ്റേറിയൻ ആര്യാസി പോകട്ടെ. രാത്രി വൈകുന്നേരം ചായ വടം കഴിക്കാനും പോയാലും മതി. വെജിറ്റേറിയൻ കേട്ടപ്പോ സോനിന്റെ മോൻ പോയണ്ട വിഷമം. ഇവ ഇവിടെ ഇരുന്ന് പ്ലാട്ട് ചെയ്ത് ഉച്ചയ്ക്ക് അരിവാണെന്ന് കേട്ടപ്പം ഉച്ചയ്ക്ക് എന്തെങ്കിലും കടിച്ചു പറിക്കണം അല്ലേടാ? എന്തെങ്കിലും ഫിഷി ആയിട്ടുള്ള കഴിക്കണം. തമിഴ്നാട്ടിലാണ് എരിവും പുളിയുള്ള കഴിക്കാതെ എങ്ങനെ? അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് മസാല മാറ്റി കഴിക്കും.
കഴിക്കാൻ പോണേ. ഓക്കെ, ആട്ടുകോട്ടൈ കാമാച്ചി മെസ്സിലേക്ക് ഞങ്ങൾ പോട്ടെ ഗൈസ്. പട്ടുകോട്ടൈ കാമാച്ചി മെസ്സിലേക്ക് പോട്ടെ ഗൈസ്. ഞങ്ങൾ പട്ടുകോട്ടൈ കാമാച്ചി മെസ്സിൽ എത്തി. പക്ഷെ ഇവിടെ റേറ്റിംഗ് അത്ര പോരാ. എത്രയാണ്? 3.1 അല്ലേ? നമുക്ക് എങ്ങോട്ടാ ഇപ്പൊ വേറെ ലൊക്കേഷൻ നീ കണ്ടുപിടിച്ചത്? തഞ്ചൈ തമ്പി വിലാസ്. 4.1 റേറ്റിംഗ് ഉള്ള തഞ്ചൈ തമ്പി വിലാസിലോട്ട് വിടുകയാണ് ഗൈസ് ഞങ്ങൾ. എന്തായാലും നമ്മൾ തഞ്ചാവൂർ എത്തി. ഇവിടെ നല്ല ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. അത്രേ ഉള്ളൂ. ലൊക്കേഷൻ ഇതാണ് ഗൈസ് ഞങ്ങൾ കണ്ടുപിടിച്ച തമ്പി വിലാസ് ഹോട്ടൽ ആൻഡ് സ്പാ. ആടാ തമ്പി വിലാസിക്കാര് ഫുഡ് അടിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് ഗൈസ്. നമുക്ക് അയ്യോ അവിടെ വിഷ്ണുവിനെ വിളി. നല്ല 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 എന്തിനാണ് ഇവിടെ കിട്ടുന്നത്? അപ്പൊ നല്ല നോൺ വെജ് ഫുഡ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. തഞ്ചാവൂർ സ്റ്റൈൽ വാതലാണ് ഇവിടെ ഉള്ളത്. കണ്ടാ എസ്തെറ്റിക്. നീ എസ്തെറ്റിക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഇന്ന്. ആ ഗൈസ് എസ്തെറ്റിക് സ്ഥലമാണല്ലോ. കൊള്ളാം. നല്ലൊരു തലപ്പാ കെട്ടിയിലൊക്കെ കയറി കൊടുത്തൊരു മണം അല്ലേടാ? മണമുണ്ട് ഗൈസ്. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കത്തിന്. ഇത് ഇത്രയും വലിയൊരു സ്കാം ഒളിഞ്ഞു കിടന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഇവന്റെ സ്വന്തം കടയാണ്. നന്ദു ഓർ നാട്ടുകോഴി സൂപ്പ് എന്ന്. എടാ അപ്പൊ ഇവിടെ നാടൻ കോഴിക്ക് നന്ദു എന്നാണ് വിളിക്കണത്. നന്ദു കോഴി. എടാ നന്ദു സൂപ്പ്. നണ്ട്. ഓ ശേ, എന്റെ ബിംബ ഇടിഞ്ഞ് കയറി. നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരണം. നമ്മള് 2 നാട്ട് കോഴി സാപ്പാട്, ഒരു ഫിഷ് സാപ്പാട്, പിന്നെ ഒരു മട്ടൻ ബിരിയാണി. ഇത്രയും പറഞ്ഞു. ഇത്രയും വന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ എന്തിനു വരുത്തണമെന്ന്. അതെ അതെ അതെ. ഞാൻ ഒരു നന്ദു സൂപ്പ് ചോദിച്ചു കേസ്. അപ്പൊ പറഞ്ഞു കൂടുതൽ ഹെവി ആയി പോകുന്ന പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു നണ്ടു സൂപ്പ് വേണമായിരുന്നു. മുതുക്ക് വാഴയല്ലേടാ വലിയ ഒരു സൈഡാണ് ഗൈസ് ഇത്. എന്റെ കൈയുടെ പാതി ഉണ്ട് ഈ ഇലയുടെ ഒരു സൈഡ്. നമ്മുടെ കുറച്ച് വെള്ളം എൻ്റെ അകത്തോട്ട് ഒഴിക്കുക. അതെ. എന്നിട്ട് ഫിഷ് മീൽസ് വെച്ചിടും കൊക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇതിന്റെ മേളിലാണ് ഇല വെക്കാം. അപ്പൊ ഇത് ഒട്ടിയിരിക്കും. നീ നനങ്ങൂല. നീ ഫിഷ് മീൽസ് എടുത്താടാ? നന്നാരി സർബത്താ? നറുനണ്ടി സർബത്ത്. കഷ്കസ്. ഇതൊക്കെ മീൻ വിഭവങ്ങളാണ് കേട്ടാ. ഇത് ഒരുപാടുണ്ടാ. ഇതെന്താ നെത്തോലി? കരുവാടാ? ഓ നല്ല കരുവാട്. ഇവിടെ മുട്ട പൊരിച്ചൊക്കെ ഉണ്ടടാ. ഉള്ള അവിടെ മുട്ട പൊരിച്ചോ? നമ്മളവിടത്തെ മുട്ട പൊരിച്ചോ? നല്ല കസ്കസ്. നാട്ടുകോഴി വേണ്ട. ചിക്കൻ ഫ്രൈ കൂടെ പറഞ്ഞാൽ കൂടിപ്പോവും. ഇതെന്നെ വെജ് സൂപ്പ്. ചപ്പാത്തി ഉണ്ട്. ഇത് പപ്പടം അല്ലേടാ? കറികൾ. ഇത് തൈര്, സാമ്പാർ, മട്ടൻ ചിക്കൻ ഫിഷ് ആണ് കേട്ടോ. ഓ പായസം. ഇത് പായസം. അത് രസം. ഓ സാമ്പാർ ഏത്? മട്ടൻ ചിക്കൻ ഫിഷ് രസം. ഓ ഓക്കെ ഓക്കെ അക്ക. അതെ വേറെ അക്ക ഇവിടെ കൊണ്ടുപോകും. എടാ മീൻ കറി എങ്ങനെ ഉണ്ടോ? മീൻ കുളമ്പ് എപ്പടി ഇருக்கு? നമ്മളെ ഇത് ഒരു രസത്തിന്റെ ഒരു സെറ്റ്. രസം പോലത്തെ മീൻ. രസം പോലത്തെ അതെന്തൊരു എക്സ്പ്രഷൻ ഇടാ? രസമില്ലേ? രസമല്ല ഞാൻ പറഞ്ഞു. ഒന്നും മസാല കൂടി കൂട്ടുകറിയൊക്കെ ഇല്ലേ? ഇത് ഒന്നും തീർത്തല്ലേ തുടങ്ങല്ലേ. സോനിനും കൂടെ ഫുഡ് വന്നിട്ടേ തുടങ്ങാവും. കാര്യം എന്തെന്നറിയാമോ? ഞാനടാ കൂട്ടുകറിയുടെ എടാ എനിക്ക് ഇഷ്ടപ്പെട്ട അത് മീൻ കറി. സെമ്മ മീൻ കറി. എടാ ഇതേ നമുക്ക് ഇത്രയും പരിപാടിയായി കേട്ടാ. നിറഞ്ഞിരിക്കും. സോനിന് മാത്രമേ കിണ്ണത്തിൽ ബിരിയാണി കൊണ്ടുവരുള്ളൂ. എന്നാ കോമഡി ആയിരിക്കും. ചിക്കൻ മുട്ട ഇട്ടുകാരായി. ചിക്കൻ കുളമ്പും കൊള്ളാം. നാട്ടുകോഴി കുളമ്പ് കൊള്ളാം. ഇത് ചിക്കൻ മട്ടൻ ഗ്രേവി, ചിക്കൻ ഫിഷ്. സോറ് വരലേ വളരെ വരലേ.
ആ വന്താച്ച് ചോറ് പോടിടുങ്കോ പോതും കേട്ടോ. ഇത്രയും ചോറും പോതും. ആഹാ നല്ല തരി വെള്ള ചോറ് കേട്ടോ. കറി നല്ല തളിച്ചത്. ഇതിന്റെ അകത്ത് സൂപ്പ് കുടിച്ചു നോക്കായിരുന്നു അല്ലേ? അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. സൂപ്പാണ് ആദ്യം നമ്മൾ നന്നാറി സിറപ്പല്ലേ കൊടുക്കുന്നത്. സൂപ്പ് കുടിച്ചാടാ നീ? ആടാ ഉണ്ടടാ വലിയ ബിരിയാണി ഇടാനൊക്കെ. മട്ടൻ ബിരിയാണി താനെ എടുത്തിടാ പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുട്ടയില്ലടാ നിന്നെ ചതിച്ചടാ. തമിഴ്നാട്ടിൽ മുട്ട ഉണ്ട്. ഏതെടുക്കാനാടെ കൊതിയാവണം കണ്ടിട്ട്. നമ്മള് ബിരിയാണി എപ്പ കണ്ടാലും കഴിച്ചോ. തലപ്പാക്ക ഡിസൈഡ് ചമ്മാവാ ഇருக்கு. ഓക്കെ ഇനി ഞങ്ങൾ സാപ്പിടട്ടെ. മീൻകറിയൊക്കെ ഒഴിച്ച് കണക്ക് പ്രകാരം ആദ്യം നീ ചപ്പാത്തിയാണ് കഴിക്കേണ്ടത്. ചപ്പാത്തിയൊക്കെ എനിക്ക് വേണ്ട. നോർത്ത് ഇന്ത്യൻ ഫുഡ് കുറച്ചുകൂടെ വെച്ചിട്ട് പൂരം തോരൻ എടുക്കാം. എന്ത് തോരനാണെന്ന് പോലും പറഞ്ഞൂടാ ഗൈസ്. ഇതും എടുത്തിട്ട് നമ്മൾ കുറച്ച് മുട്ട പൊരിച്ചോടെ എടുക്കാം. ഇതെല്ലാം കൂടെ ഒരു അമാൽഗമേഷൻ ആക്കിയിട്ട് പൊളി ഊണുങ്കോ ഊണുങ്കേ കൊള്ളാടാ. ഓക്കെ ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈൽ ഫുഡ്. അതെ നല്ല ഫുഡ് കേസ് അടിപൊളി. കഴിച്ചിട്ട് വരാവേ. ഇതാണ് കേസ് കഴിച്ചിറങ്ങിയപ്പോൾ ഉള്ള ബില്ല്. നാട്ടുകോഴി സാപ്പാടിന് 375 രൂപയാണ് കേട്ടോ. വൈറൽ മീൻ സാപ്പാടിന് 375, കട്ടൻ ദം ബിരിയാണി 350. കുഴപ്പമില്ലാത്ത ഫുഡ്. കുഴപ്പമില്ലല്ലേടാ. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവിടെ ഊണാണോ ബിരിയാണിയാണോ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും ബിരിയാണി കഴിക്കാം. കാരണം പിന്നം ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി. ഓക്കെ ഇനി നമുക്ക് തഞ്ചാവൂർ കൊട്ടാരത്തിലേക്ക് പോവാൻ സുഹൃത്തുക്കളെ. എന്റെ മോനെ മഴയത്ത് അതായത് സ്ഥലം കാണാൻ പറ്റിയ കാലാവസ്ഥ കേസ്. ഭീകര തമിഴ്നാട്ടിൽ ഇത്ര ഭീകര മഴ പെയ്യുന്ന ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടാ. തമിഴ്നാട്ടിൽ പൊതുവെ മഴ കുറവല്ലേടാ. ഇത് കലിപ്പ മഴ കേസത്. എന്ത് രസം. കേരളം പോലെ ഉണ്ട് ഇവിടുത്തെ മഴ കണ്ടപ്പം. ഹായ് ഗൈസ് നോക്ക് ഇത് ഇവിടത്തെ എന്തരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാ പെട്ടെന്ന് സായിപ്പായത്? ഇവനെന്ത് പറ്റിയടാ? ആടാ ഗൈസ് ആർട്ട് ഗാലറി കാണാൻ വന്നപ്പോഴത്തേക്ക് ഭീകരം മഴ കേട്ടാ. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ പാലസ് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഐ മീൻ പാലസിന്റെ അകത്തോട്ട് എൻട്രി ചെയ്യണ എങ്ങോട്ടാണെന്ന്. ഹലോ മലയാളി എടുക്കാല്ലോ. ബ്രഹ്മാവ് ആണിതെന്നാണ് ഗൈസ്. ഇത് കംപ്ലീറ്റ് ശില്പങ്ങളാണ്. ഞങ്ങൾ ശില്പങ്ങളൊക്കെ ഒന്ന് കണ്ട് വീക്ഷിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. ഈ നടരാജ ശില്പം നോക്കിയാണ് ഗൈസ്. എന്ത് രസത്തിനല്ലേ അതിപ്പോഴും ഇരിക്കുന്നത്. അതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 19th സെഞ്ച്വറി AD-ലാണ് ഈ സ്കൾപ്ചർ. പൊളി സാധനം. നടരാജ ഇത് മെറ്റലാണെന്ന് തോന്നല്ലേടാ. ഭയങ്കര രസം കേട്ടോ. അത് 4 കൈയാണ് കേട്ടാ. 4 കൈയുണ്ട്. ക്ലാവ് പിടിച്ചിട്ടുണ്ട് മെറ്റലാണെങ്കിൽ. 11th സെഞ്ച്വറി AD-ലെ ശിവകാമി ദേവിയുടെ പ്രതിമയാണ്. എന്ത് പെർഫെക്ഷൻ അല്ലേ ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇങ്ങനെയാണോ ഇരിക്കണം വരണം. സരസ സുന്ദരി മണി ആയിട്ട് കുലിക്കോ. ഇവിടെ അത്രയും പഴയ ശില്പങ്ങളാണ് കേട്ടാ. അടിപൊളി. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ ഭീകരം മഴയും കൈസു. എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ. ഇവിടത്തേക്ക് ഒരു ആർട്ട് വർക്ക് ഒക്കെയാണ്. 100 കോടി രൂപയിലേറെ മതിപ്പുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് ഇവിടെ ഈ ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കണത്. പറഞ്ഞ അറിയട്ട ആൾക്കാര് ഇവിടെ നിന്ന് അങ്ങനെ എടുത്തോണ്ട് പോകാനൊന്നും പറ്റൂല. എന്തൊക്കെ ശില്പങ്ങളാണ്. തഞ്ചാവൂർ ഗണേശനല്ലേ. ഹായ് ഇത് ഏതേടി 12th സെഞ്ച്വറി 12th സെഞ്ച്വറിയിലെ വിനായകരാണ് ഈ ഇരിക്കുന്നത്. അയ്യോ സംഭവം തന്നെ കൈസ് ഇതൊക്കെ ചെയ്ത ആൾക്കാര്. In 1985 international exhibition to Washington, one courier ensued to military flight to Washington. The speciality of the statue
back side snake turban. Pinnadi. എത്ര കോടി എന്നാ പറഞ്ഞ? 1 crore എന്നല്ലേ പറഞ്ഞത്? എവിടെ പോണോ? Completely snake turban. സ്നേക് ടർബൻ. Gold tin sheet copper brass of bronze 5 metal 185 kg heavy weight. The best carving for and the snake எடுத்து மேல போட்டிருக்காரு. இது வந்து சிவா வைஃப் பார்வதி 135 kg. 5 metal many years down the earth in the green color. But gold എല്ലാം ഉണ്ട്. ഗോൾഡ് ഉണ്ട്. ഉണ്ട് ഓ ഇതിന്റെ അകത്ത് ഗോൾഡും ഉണ്ട് കേട്ടോ. ഈടാ ഭീകര. ആ ശിവ മാരേജ് ഉണ്ട് കേട്ടോ. മധുര മീനാക്ഷി സുന്ദരേശ്. Shiva marriage, sir. Oh. Yes, Shiva wife Parvati, Vishnu wife Lakshmi. Lakshmi pushing a bridegroom. The Parvati, very happy, interesting coming for marriage is Shiva. Very interesting. Every man in the peaceful mind, the peaceful animal deer. In Universal of Wheel musical instrument Conche, in Madurai, Meenakshi Sundareswara. In 1982, London paper. அதாவது இந்த ஒவ்வொரு ஸ்டாச்சுவிலையும் ராஜராஜ சோழன் பெரிய கோயில்ல நீங்க பார்க்கலாம் சோழ கிறந்த லெட்டர்னு ஒண்ணு இருக்குது. அது எழுதியிருக்கோம். நாங்க மியூசியம் 52க்கு அப்புறம் டிஸ்ட்ரிக்ட் கலெக்டரை சேர்மேனா வச்சு மியூசியம் திறந்திருக்கோம். அப்பதான் இந்த போர்டு எல்லாம் வச்சேன். തിരുവെങ്കടുയാ கல்யாண சுந்தரம். കല്യാണ സുന്ദരം. But one thing, excuse me, my name is Kalyana Sundaram, 79 years old. 40 years service after retirement, a special permission. Service period 40,000. This period every month only 5,000 சாப்பிட. Yes, beggar form. One daughter MSc MD, one daughter MSc MD, one boy secondary grade teacher. This one beggar form. The wood chapel, the food wanting a plate, musical instrument tamuru. The third eye of forehead, moon of the crowd. Four arms. This one 4. Another 8 arms here, sir. ഇത് ഭിക്ഷക്കാരന്റെ രൂപമാണെന്ന്. ഭിക്ഷാന്തേഹി. எட்டு கரங்கள் உள்ள மனிதன் எங்க இருக்கிறான்? கடவுளே படைத்தான் தான். ருத்ராட்ச மாலைகள், இந்த சன் ஆங்கிரி போவர். சிவன் பார்வதி கணேசா முருகா. മുരുകനുക്ക് 2 വൈഫ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ കാണിക്കാൻ വന്നത്. ഓക്കെ, വള്ളിയും ദേവയാനിയും. മുരുക ഭഗവാന്റെ 2 ഭാര്യമാര്. ഭഗവാനി മുരുക, ഇത് വള്ളിയമ്മ, ദേവയാനി അമ്മ. അടിപൊളി. കൊട്ടാരത്തിന്റെ ടൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ കൊട്ടാരം? പക്ഷെ കൊട്ടാരം മൊത്തം ഒരു മ്യൂസിയം ആയിക്കളതല്ലേ. കുറച്ചുകൂടി രസമായിരുന്നു. നല്ല ഗൈസ്, അകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അകത്ത് കുറെ താളിയോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഇത്രയും വർഷമായിട്ടും ആ പനയോലയ്ക്കൊന്നും ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഇത്രയും കാലം ഇരുന്നു എന്നുള്ളതാണ് ഗൈസ്. പിന്നെ പണ്ടേടാ എന്ത് ആർട്ട് വർക്കടായി. പുറത്താരെങ്കിലും പറഞ്ഞ ഇന്ത്യക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എടാ, കാരണം അമ്മാതിരി സ്കിൽഡ് ലേബർ കേട്ടാ. ഇതില് പല സാധനങ്ങളെ ലണ്ടനിലൊക്കെ കൊണ്ടുപോയിട്ടാണ് തിരിച്ചു കൊണ്ടുപോയി ചെയ്യാൻ. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യ ഊറ്റിയാണടാ. ഇന്ത്യയും അവരുടെ കോളനീസിനെയൊക്കെ ഊറ്റിയാണ് അവരൊരു കാലത്ത് ജീവിച്ചോണ്ടിരുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാലടാ, ഈ സാധനങ്ങള് ഒരു സമയത്ത് ഇത് ചെയ്തോണ്ടിരുന്നവരെ പ്രോപ്പറായിട്ട് ഇത് അങ്ങോട്ട് കൈമാറി വന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഉള്ളവർ നല്ല സ്കിൽഡ് ആയാന്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് ആ ഒരു അവരുടെ കുടുംബത്തിൽ തന്നെ നിർത്തി അതങ്ങ് നശിപ്പിച്ചോളാം. പക്ഷെ ഓരോ നീ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ താളിയോലേക്ക് എഴുതിയിരിക്കണ രാമായണം വരെ ആ ചെറിയ ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പടമൊക്കെ ആയിട്ട് മഹാഭാരതം എഴുതി വെച്ച്. സത്യം. അങ്ങനെ ഞങ്ങളുടെ ഈ ഹിസ്റ്ററിയിലൂടെയുള്ള യാത്ര ഇന്നത്തേക്ക് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ തഞ്ചാവൂർ എക്സ്പ്ലോറേഷൻ ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ വിഷ്ണു. ടാറ്റാ. ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.